തണ്ണിമത്തൻ വിളവെടുപ്പിന് എന്താണ് ഈ രണ്ട് മന്ത്രിമാർക്കും സ്ഥാനാർത്ഥിക്കുമെന്നാണ് കാര്യമെന്നല്ലേ. ഇതിൻ്റെ മുഴുവൻ ചുമതലയും തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ വിളവെടുപ്പിനെത്തിയിരിക്കുന്നത് റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി P രാജുവാണ്. കഴിഞ്ഞ വലിയ കൃഷിയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഒരു രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആദ്യത്തെ തൃശ്ശൂരിലെ ഒരു മന്ത്രിയായിരുന്നു, കൃഷിമന്ത്രിയായിരുന്നു VV രാഘവൻ. അദ്ദേഹമാണ് അച്ഛനെയും മകനെയും തോൽപ്പിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു കൃഷിമന്ത്രി, മുൻ കൃഷിമന്ത്രിയാണ് VS സുനിൽകുമാർ. സഹോദരിയെയും തോൽപ്പിക്കുന്നുവെന്ന ഒരു ചീത്തപ്പേര് ഇത്തവണ അങ്ങുണ്ടാകും. ചീത്തപ്പേര് ഞാൻ ഒരിക്കലും ചീത്തപ്പേരാവില്ല. അതെന്തായാലും അങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ VV രാഘവൻ്റെ പാതയിലൂടെ തന്നെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ കൃഷിമന്ത്രി ആയിരിക്കുമ്പോഴും VV രാഘവൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചാണ്. രാഷ്ട്രീയത്തിലും VV രാഘവനെപ്പോലുള്ള ആളുകളുടെ പാതയിൽ സഞ്ചരിച്ചാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലായിട്ട് മാറാൻ പറ്റില്ലല്ലോ. VVയുടെ പാതയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. VS സുനിൽകുമാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ കൃഷി നടത്തുന്നുണ്ട്. 100 മേനിയാണ് വിളവ്. ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ വിതച്ച വിത്തും അത് തന്നെ ഉണ്ടാക്കും. അതായത് 100 മേനി വിതയ്ക്കുന്നത് നമ്മുടെ വിത്തിൻ്റെ ഗുണം ഒന്ന്, രണ്ടാമത്തെ കാര്യം പരിപാലനം, ഇതിൻ്റെ കാര്യങ്ങളൊന്ന്. അപ്പോൾ ജനങ്ങൾ ആണ് ഇതിൻ്റെ പരിപാലനം നിർവഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന രാഷ്ട്രീയത്തെ നിങ്ങളൊരു കൃഷിയായിട്ട് ഒരിക്കലും കാണുകയും ചെയ്യരുത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 100 മേനി കൊയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. അത് ഉറച്ച ഒരു സീറ്റായി തൃശ്ശൂർ മാറും, ഒരു സംശയം വേണ്ട. കേരളത്തിലെ മൊത്തത്തിലെ സ്ഥിതി എന്താണ്? മറ്റു പല മണ്ഡലങ്ങളിൽ പോയി പൊതുവേ ഇതുപോലെ തന്നെ നല്ല വിളവാണ് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത്. കാരണം ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ ജനങ്ങൾ ഇപ്പോൾ ഇവിടെ വെള്ളം ഒഴിച്ചും വളമിട്ടും അവർ നോക്കിയാണല്ലോ. അപ്പോൾ ഈ സർക്കാരും ജനങ്ങളും ഞങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയവും ജനങ്ങളും തമ്മിലുള്ള ബന്ധവും അതുപോലത്തെ ഒരു പൊക്കിൽ കൂടി ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടതുപക്ഷം വരണം, കഴിഞ്ഞ തവണത്തിൽ അബദ്ധം ഉണ്ടാകരുതെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നോക്കിയാൽ പലതരത്തിലുള്ള വിളവുകളുണ്ട് അല്ലേ. കൃഷി പലതും, പച്ചക്കറി, പല മണ്ണാണ്. സുനിൽ തന്നെ 3 മണ്ഡലങ്ങളിലൂടെയാണ് MLA ആയിട്ട് എത്തിയത്. അപ്പോൾ ആ വൈവിധ്യത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇവിടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. എന്നാൽ തൃശ്ശൂർ സുനിലിൻ്റെ വിജയം കേരളം ആഗ്രഹിക്കുന്നൊരു വിജയമാണ്. അത് തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളം ആഗ്രഹിക്കുന്ന വിജയമാണ്. അത് നല്ല രീതിയിൽ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ നിർവഹിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിലെ ഇലക്ഷന് ചാർജുള്ള മന്ത്രിയാണ് K രാജൻ. വലിയ പ്രതിസന്ധിയും വലിയ രീതിയിലുള്ള എതിർപ്പുകളും വലിയ രീതിയിലുള്ള ഭീഷണികളും നേരിടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. വലിയ BJP ഉൾപ്പെടെയുള്ളവർ. എന്തായിരിക്കും ഇതിൻ്റെ മൊത്തത്തിലുള്ള രൂപം? പ്രത്യേകിച്ചൊരു പ്രയാസവും തോന്നിയിട്ടില്ല. നേരത്തെ ജയ്സൺ പറഞ്ഞതുപോലെ നല്ല വിത്ത് ഇറക്കിയിട്ടുണ്ട്, നല്ല പരിപാലനവും. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ നല്ല വിളവ് കിട്ടും. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വിത്തും കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല പരിപാലനവും. ഒരു പേടി ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധി എന്തെങ്കിലും ഉള്ളതായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്ര വലിയ ആകർഷണവും ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്കെതിരായിട്ടുള്ള വലിയ പിന്തുണയും കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ട് വലിയ വികാരവും ഉണ്ടാകുന്നുണ്ട്. അത് പോസിറ്റീവായിട്ട് വരും ഉറപ്പായിട്ടും. 100 മേനി കൊയ്ത 3 മണ്ഡലങ്ങളിലും 100 മേനി കൊയ്ത VS സുനിൽകുമാർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും ഇത് തന്നെ ആവർത്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് LDF നേതൃത്വം. റിപ്പോർട്ടർ ജയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.